പരിശുദ്ധ മൗനമായി പ്രാർത്ഥിക്കട്ടെ. സമാപന ആശീർവാദം. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. ആമേൻ. നിങ്ങളെ ലൈനടിച്ച് വെച്ചിരിക്കുന്ന പയ്യനെ കല്യാണം കഴിച്ചിട്ട് വീട്ടിലെ പറമ്പ് എല്ലാം കടത്തിലാക്കി നിങ്ങൾ ഒരു ജോലി ഒപ്പം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നാത്തുവിനിട്ടൊരു പണി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവളെങ്ങനെ ജീവിക്കുമെന്ന് നോക്കട്ടെ. അപ്പനെ കയ്യിലെടുക്കും. കയ്യിലെടുത്തിട്ട് അപ്പനെ ചൊറുകിയും മാന്തിയും ഒക്കെ വശത്താക്കിയിട്ട് അവൾക്ക് ലോൺ എടുക്കാൻ വേണ്ടി വീടും പുരയുടെ ഒപ്പിച്ച് വെക്കും. എന്നിട്ട് ഈ ലോൺ എടുത്ത് അവൾ കാനഡയിൽ പോവുകയും ചെയ്യും. അവിടെ പോയി വെച്ചും അവൾ ലൈനടിച്ച പയ്യനുമായിട്ട് അവൾ ജീവിക്കുകയും ചെയ്യും. 5 പൈസ ലോൺ അടക്കത്തുമില്ല. അപ്പം നാത്തിനും ആങ്ങളെയും പരുവക്കേടാവും. ഇതാണ് കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളൻ വരുന്നതെന്ന്. ഇത് നശിപ്പിക്കുകയല്ലേ ആങ്ങളുടെ ജീവിതം. ഇപ്പം ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്തുവിൻ്റെ കണ്ണീര് കണ്ടാലും മതി. അപ്പം ആ ഒരു വകുപ്പിലാണ് അന്തർഭൗമ അടിയൊഴുക്കുകളുണ്ടാകും. ചിലപ്പോൾ പല നിയോഗങ്ങളുടെയും പ്രശ്നം നനഞ്ഞ നിയോഗങ്ങളാണ്. ഇന്നത്തെ അന്തർഭൗമ അടിയൊഴുക്കുകളുണ്ട്. കർത്താവ് ഇതെല്ലാം സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. പല ആൾക്കാരും അവരുടെ തന്നെ ശിക്ഷാവിധി പാനം ചെയ്യുന്നുണ്ട് ഉടമ്പടി വെച്ചോണ്ട്. Take the word of God. Sudhikade hallelujah. 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 Hallelujah.
1 കൊരിന്തോസ് 11:29. 1 കൊരിന്തോസ് ഒരു എക്സ്പ്രഷൻസ് ഓഫ് ദി ബൈബിളാണ്. എന്താണ്? അവളുടെ കയ്യിരിപ്പ് കാരണം അവരുടെ ശിക്ഷാവിധി തന്നെയാണ് അവർ പാലനം ചെയ്യണത്. എൻ്റെ ഫെയിലിയർ ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റം. ചില ആൾക്കാർ ഒന്ന് ചെയ്താലും ഗതി പിടിക്കത്തില്ല. എന്താ കാര്യം? വളഞ്ഞ വഴി മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നേരെ തൊടുന്നതിന് ശരി അവരിങ്ങനെ തൊടത്തുള്ളൂ. ഗേറ്റ് തുറന്നു കിടന്നാലും ശരി മധുരം ചടിയേ കയറത്തുള്ളൂ. അതവരെ പഠിച്ചുപോയി. ഈ കുരുഷ്ട പരിപാടിയും കൊണ്ട് എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിലൊരു കുനിഷ്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈശോ വരുമ്പോൾ തന്നെ യോഹന്നാൻ പറയും, ആദ്യമേ തന്നെ ഈശോയാണ് ഹൃദയത്തിലേക്ക് സംഭവിക്കണമെങ്കിൽ വളഞ്ഞവ ഋജുവാക്കേണ്ടി വരും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. വാ വാ യേശുനാഥ വാ വാ സ്നേഹനാഥ തേടുന്ന സ്നേഹമേ ലൂക്കാ 3:4-5 തിരുവചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 3-4-5 വാക്യങ്ങൾ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, കുന്നും മലയും നികത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുവരുത്തവ മൃദുവാക്കപ്പെടും, പരുവരുത്തവ മൃദുവാക്കപ്പെടും. ഇത്രയും കാര്യം ലൈഫിൽ സെറ്റായാൽ ഉടമ്പടി പെട്ടെന്ന് ഫയറാകാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ലൂക്ക 3-4-5 വാക്യങ്ങൾ ഒന്നൊരു വായിച്ചേ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, താഴ്വരകൾ നികത്തപ്പെടും, താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, കുന്നും മലയും നികത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുവരുത്തവ പരുപരുത്തവ മൃദുവാക്കപ്പെടും. മൃദുവാക്കപ്പെടും. ഇവിടെ മൃദുത്വമാണ് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് നോമെന്ന് പറയണത്. കൃപ പ്രവർത്തിക്കാൻ പറ്റിയ, മനസ്സിലായില്ലേ? മൃദുത്വമില്ലേ, അതാണ് ഒരു സ്റ്റാൻഡേർഡ് നോമെന്ന് പറയണത്. നിങ്ങളുടെ എടുത്തുചാട്ടക്കാരും മുൻകോപികളൊക്കെ ആണെങ്കിൽ മൃദുഭാവം കൈവരിക്കേണ്ടി വരും. അല്ല, ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല. നിങ്ങൾ എടുത്തുചാട്ടക്കാരും മുൻകോപികളുമാണെങ്കിൽ പതുക്കെ, പരവെപ്പുകാരും സൂചിവെപ്പുകാരും ആണെങ്കിൽ, കണ്ടവൻ്റെ അന്നം മുടക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ താഴ്വരകളെല്ലാം നിവർത്തപ്പെടും. ഈ കാര്യങ്ങളെല്ലാം ഇതിന് നമ്മളൊരു ഓപ്പൺ ടു ദി സ്പിരിറ്റ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തോടൊരു തുറവുകയാണ്. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ ആ ചെയ്യണ കാര്യങ്ങൾ ദൈവം അംഗീകരിക്കണം. ആ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ വചനം സ്വീകരിക്കുന്ന ആ മോഡിൽ തന്നെ വേണം അത്. അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഈശോ തൊട്ടങ്ങുമ്പോൾ സുവിശേഷത്തെ വിശ്വസിക്കുക എന്നതിന് മുമ്പ് പറഞ്ഞ അനുദപിക്കുക എന്ന് പറയും. അതാണ് അല്ലേ? സുവിശേഷത്തെ വിശ്വസിക്കണ മുമ്പ് തന്നെ ഈശോ എന്ത് പറയും? അനുദപിക്കുക. 1:15 മർക്കോസിന്റെ സുവിശേഷം. മർക്കോസ് 1:15.
അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അനുദപിക്കണം ആദ്യം. അത് ഇതുപോലെയുള്ള മൃദുഭാവങ്ങൾ കൈവരിക്കണം. ഒറ്റ ധ്യാനം കൊണ്ട് ശരിയാകണം. അല്ലാതെ ഒരാഴ്ച എടുക്കുന്ന ധ്യാനത്തിൻ്റെ കാലം കഴിയുകയാണ് ശരിക്കും. അതിനുശേഷമുള്ള കർത്താവ് ഉടമ്പടി തന്നത് അല്ലേ? ആ ഒരു കാലം കഴിയുമ്പോൾ ഇപ്പോൾ ഉടമ്പടിയുടെ കാലമാണ്. ഓരോന്നിനും ഓരോ കാലമല്ലേ? ഉടമ്പടി എടുത്ത് മനുഷ്യനെ ഉടമ്പടി പ്രകാരം ജീവിക്കുകയാണ്. അപ്പം ജീവിക്കുമ്പോൾ ചില ആൾക്കാർ ഭയങ്കരമായ, ഇപ്പം അശ്വതിയുടെ കാര്യം എന്താ പറയണത്? അശ്വതി പറഞ്ഞു പോലെ തന്നെ അവൾ പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ അവൾക്ക് സെറ്റ്, 1 മാസത്തിനുള്ളിൽ നീ പോകേണ്ട സ്ഥലത്തേക്ക് നിനക്ക് പോകണ്ടേ, കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഉടമ്പടി വർക്കൗട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ 1 മാസത്തിൽ തന്നെ ഒരു ഇൻ്റർവ്യൂ ആകും. അപ്പോൾ ഇൻ്റർവ്യൂ ആകുമ്പോൾ ഇവർക്ക് ഭയങ്കര പേടിയാവും. എന്താ കാര്യം? ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഇൻ്റർവ്യൂവിന് ഇരുന്നിട്ടില്ല. മലയാളം മീഡിയമാണ് ആൾ. ഇംഗ്ലീഷ് കേട്ടാൽ പോലും അവിടെ ഫൊണറ്റിക്സും പ്രൊനൗൺസിയേഷനും ഒന്നും ക്യാച്ച് ചെയ്യത്തില്ല. കാരണം പല പ്രശ്നങ്ങളാണ്. നമുക്ക് പല പ്രശ്നങ്ങളേ ഉള്ളൂ. കർത്താവിന് ഒരു പ്രശ്നമേ ഉള്ളൂ. എന്താണ്? കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ നീ തയ്യാറാണെന്ന് മാത്രമേ. നമുക്ക് പല പ്രശ്നമാണ്. എനിക്ക് പേടിയാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, എനിക്ക് അവർ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഞാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. നമുക്ക് പല പ്രശ്നമാണ്. കർത്താവിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താണ്? മെറിറ്റുകൾ അവസാനിക്കുന്നിടത്ത് നോട്ട് ബൈ മെറിറ്റിൽ ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഉടമ്പടി അന്വേഷിക്കുന്നത് ഗ്രേസ് നോട്ട് ബൈ മെറിറ്റിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യമില്ല, നീ പറഞ്ഞ അവർക്ക് മനസ്സിലാകേണ്ട ആവശ്യമില്ല, അവർ പറഞ്ഞ നിനക്ക് മനസ്സിലാകേണ്ട ആവശ്യമില്ല. അതൊക്കെ മെറിറ്റിൻ്റെ സബ്ജക്റ്റാണ്. ഉടമ്പടി ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയുടെ അനുധാരികളും ഡിമാൻഡ്സുകളും നോക്കിയിട്ട് കൃപ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻസ് എറൈസ് നമ്മൾ ക്രമീകരിച്ചെടുക്കണം. കൃപ വർദ്ധിക്കാൻ പറ്റിയ ഇതൊന്നും അറിയാതെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കമ്പൽസറി ആയിട്ട് നിങ്ങളെല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കൂടണമെന്ന് പറയണം. ഇപ്പം ധ്യാനം ഇപ്പം ഇതിൻ്റെ അകത്ത് വന്ന് ഉടമ്പടിക്ക് എന്തുമാത്രം മനുഷ്യ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് പല ആൾക്കാരും ചൊവ്വാഴ്ച ധ്യാനം കൂടത്തില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ അച്ഛനെ കാണാനൊക്കെ വരികയല്ലേ. അപ്പോൾ എനിക്ക് ഈ ആളെ കാണുമ്പോൾ ഡൗട്ട് തോന്നുകയാണെങ്കിൽ പറയും, കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത്? അയ്യോ അച്ഛാ, കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് കാണാനിരിക്കുക നോക്കാനിരിക്കണേ ഉള്ളൂ. ശരി, കുഴപ്പമില്ല. അതിൻ്റെ പിന്നത്തെ ചൊവ്വാഴ്ച എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? ഇല്ല അച്ഛാ, ഞാൻ ഇപ്പോൾ കുറച്ച് നാളാതെ കേൾക്കണില്ല, തീർന്നില്ല പരിപാടി. ദാറ്റ് ഈസ് നോൺസെൻസ്. അവൾ ഉടമ്പടിയുടെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഹീസ് നോട്ട് ഇൻ കവനൻറ്റ്. അവർ ഉടമ്പടിയിലല്ല. പിന്നെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തെ ദുരുപയോഗിക്കാൻ വരികയാണ്. അതുകൊണ്ട് നീ ഇവിടെ കാൽ കുത്തണമെമ്പോൾ തന്നെ കർത്താവിന് വരും, പിശാച് വരുന്നുണ്ട്, സൂക്ഷിക്കണമെന്ന് പറയും, എന്നോട് പറയും. അപ്പോൾ തീരുമാനമായില്ലേ? വല്ല കാര്യമുണ്ട്? എൻ്റെ ആവശ്യമുണ്ട്? എന്താ കാര്യം? നിങ്ങൾ ദൈവത്തോട് ചെയ്ത വിശ്വസ്തരല്ല. പരിശുദ്ധമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട നിരവധി നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. 2022 ഫെബ്രുവരി മാസം ഞാൻ ഉടമ്പടി എടുത്തു. അന്നു മുതൽ ഈ നിമിഷം വരെ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ കൃപകൾ അനുഗ്രഹങ്ങളും വർഷിച്ചുകൊണ്ടിരുന്നു. 2022 ഡിസംബർ 9 എൻ്റെ ഹസ്ബൻഡിന് ഒരു ബൈപ്പാസ് സർജറി ഉണ്ടായിരുന്നു. സർജറിയുടെ ആ ദിവസങ്ങളിൽ മാസങ്ങളിൽ ഒക്കെ വളരെയധികം കഷ്ടപ്പാടുകളിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ഷുഗർ ഹൈ ആയത് കാരണം ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഓപ്പറേഷൻ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യങ്ങളിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും ഷുഗർ ഹൈ ആകും. അങ്ങനെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ജോസഫ് അച്ഛനോട് പ്രാർത്ഥിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഷുഗർ നോർമലാകുകയും ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടുകയും ചെയ്തു. അവിടെ ഓപ്പറേഷന് അഡ്മിറ്റായപ്പോഴത്തേക്കും ഡോക്ടർമാർ ഞങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു.
ഹസ്ബൻഡിൻ്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ ആ മുറിവ് തടിച്ച് പൊങ്ങുകയും അത് പഴുത്ത് പൊട്ടുകയും ചെയ്യുന്ന ഒരു ശരീരമായിരുന്നു. എന്ത് ചെറിയൊരു മുറിവുണ്ടായാലും ഈ സാഹചര്യത്തിൽ ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്കും അത് നെഞ്ച് കീറിയുള്ള ഒരു ഓപ്പറേഷൻ ആയത് കാരണം അത്രയും ഭാഗം തടിച്ചു പൊങ്ങുകയും അത് പഴുത്ത് കഴിയുമ്പോൾ ഇൻഫെക്ഷൻ ആകുകയും ചെയ്താൽ അത് ഞങ്ങൾക്കറിയത്തില്ല, നിങ്ങൾ വേറെ ഡോക്ടർമാരെ കണ്ടോളൂ, അത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ കാശുരൂപവും തൈലവും ഉപ്പും ചേർത്ത് എല്ലാ ദിവസവും ഹോസ്പിറ്റലായിരിക്കുന്ന നിമിഷങ്ങളിൽ പോലും ഞങ്ങൾ ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ 5-ാമത്തെ ദിവസം തന്നെ യാതൊരു കുഴപ്പവുമില്ലാതെ പൂർണ്ണ സൗഖ്യത്തോടെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോരുകയും അത് കഴിഞ്ഞ് തുടർച്ച 3 മാസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിൽ ആയിരിക്കുകയും പൂർണ്ണ പരിചരണം കൊടുക്കുകയും ചെയ്തതു അത് മാതാവിൻ്റെ ഈശോയുടെയും വലിയ കൃപയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ എങ്കിലും മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ നെഞ്ചിൻ്റെ അവിടുത്തെ ആ പാട് വളരെ നോർമലായിരിക്കുകയും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ കുറയുകയും ചെയ്തു. ഇത് മാതാവ് ചെയ്ത അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു. അടുത്ത സാക്ഷ്യം, എനിക്ക് ഹസ്ബൻഡിന് നേരത്തെ തന്നെ രോഗങ്ങളൊക്കെ ആയത് കാരണം ഞങ്ങൾ സാമ്പത്തികമായിട്ട് തകർന്നു പോയി. ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ വീട് വളരെ ചെറിയ ഒരു വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലായിരുന്നതിനാൽ ഞങ്ങൾക്ക് അത് പൊളിച്ചു പണിയുന്നതിന് വേറെ വീട് ആ സ്ഥാനത്ത് വേറെ വീട് പണിയുന്നതിനോ ഞങ്ങൾക്ക് സാധ്യമായിരുന്നില്ല. ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുഞ്ഞുങ്ങളൊക്കെ ചെറിയ കുഞ്ഞുങ്ങളുമായത് കാരണം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് വീട് പൊളിച്ച് മാറ്റുന്നതിനെക്കുറിച്ച് മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയും ഈശോയോടും മാതാവിനോടും മാതാവേ ഞങ്ങൾക്കൊരു വീട് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും ഈ ഒരു നിയോഗം ഞങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു. കാരണം ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, വീടാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ 2021 ഒരു പ്രകൃതിക്ഷോഭത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ മുകളിലോട്ട് ഒരു മരം വന്ന് വീഴുകയും വീട് പൂർണ്ണമായിട്ടും നശിക്കുകയും ചെയ്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ മാതാവേ ഞങ്ങൾക്കൊരു വീടിന് ഇത് പൊളിച്ചു മാറ്റാനും പോലും പറ്റാത്ത ഒരു സാഹചര്യമാണല്ലോ, എന്ത് ചെയ്യും? മാതാവ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഈശോയും മാതാവും കൂടെ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ 3 മക്കളാണ് എനിക്കുള്ളത്. 3 പേരും വീട്ടിനകത്തിരുന്ന് പഠിക്കുകയായിരുന്നു. ഞങ്ങൾ മുറിക്കകത്തൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 6:30 ആയപ്പോൾ ഔട്ടോ ചുഴലിക്കാറ്റെന്ന് പറയും, ആ സമയത്ത് വീടിൻ്റെ മുകളിലോട്ട് മരം വന്ന് വീണത്. ഈ സാഹചര്യത്തിൽ പിറ്റേ ദിവസം വീട് നാശമായി, പൂർണ്ണമായിട്ടും നാശനഷ്ടം സംഭവിച്ചു എന്ന് പത്രത്തിൽ വരികയും ചെയ്തു. പക്ഷേ എങ്കിലും നമുക്ക് പഞ്ചായത്തിൽ നിന്നോ എവിടെ നിന്നോ നമുക്ക് ഒരു സഹായം ഒന്നും കിട്ടത്തില്ല. കാരണം അതിൻ്റെ പുറകെ ഞാൻ ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയിൽ ഞങ്ങൾ പേര് വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു 5 പൈസ പോലും സാമ്പത്തിക സഹായം കിട്ടത്തില്ല. ഇങ്ങനെ 1-2 വർഷം ഇങ്ങനെ കഴിഞ്ഞു പോയപ്പം ഞാൻ കളക്ടറിൻ്റെ അടുക്കൽ ചെന്നു. കളക്ടറിൻ്റെ അടുക്കൽ ചെന്നപ്പം കളക്ടർ പറഞ്ഞു, നിങ്ങളുടെ നമ്പർ 172 ആണല്ലോ, ഇതൊരു 3-4 വർഷത്തേക്ക് കാത്തിരിക്കേണ്ടി വരുമല്ലോ, അപ്പം ഞങ്ങളുടെ ലൈഫും തീരും. 3-4 വർഷം ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വീടില്ലാതെ കിടക്കുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു ആൻറ്റി അങ്കിളും ഉണ്ടായിരുന്നു. ആ ആൻറ്റിയോട് അങ്കിളിനോട് ഞങ്ങൾ വന്ന് പറഞ്ഞു, വീടൊന്നും ഞങ്ങൾക്കൊന്നും കിട്ടത്തൊന്നുമില്ല, കളക്ടർ പറഞ്ഞു ഒരു 3-4 വർഷത്തേക്ക് കാത്തിരിക്കേണ്ടി വരും, അത് കഴിഞ്ഞും കിട്ടുന്ന കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മാനസികമായിട്ട് വിഷമിച്ചു. മാതാവിനോട് വീണ്ടും ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് ഈശോയോട് പറഞ്ഞു, എൻ്റെ മാതാവേ കളക്ടർ പോലും പറഞ്ഞു ഒരു 3-4 വർഷം കാത്തിരിക്കണമെന്ന്. ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ അമ്മയിൽ വിശ്വസിക്കുന്നു. അമ്മയും തിരുക്കുമാരനും കൂടി ഞങ്ങൾക്ക് ഒരു ഭവനം പൂർത്തിയാക്കി തരും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ ആൻറ്റിയും അങ്കിളും ഞങ്ങളുടെ വീടിനടുത്താണ്. ആൻറ്റി അങ്കിളും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ
നിങ്ങൾക്ക് ഒരു വീട് പണിത് പൂർത്തിയാക്കി ഞങ്ങൾ തന്നോളാം, നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നോളാം പറഞ്ഞു. ജൂൺ മാസം 2023 ജൂൺ മാസം 7-ാം തീയതി കല്ലിടുകയും കഴിഞ്ഞ 2024 ജനുവരി 20-ാം തീയതി വെഞ്ചരിപ്പ് കർമ്മം പൂർത്തിയാക്കി ഞങ്ങൾ അതിൽ താമസിക്കുകയും ചെയ്തു. ഈ വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും കോടാനുകോടി നന്ദി പറയുന്നു. ഈ വലിയ അനുഗ്രഹം ചെയ്തു തന്ന അമ്മയ്ക്കും തിരുക്കുമാനും നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ധാരാളം മക്കളെ കൃപാസനത്തിലേക്ക് കൊണ്ടുവരികയും അവരുടെ ആവശ്യങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. കൂടാതെ കോട്ടയം മെഡിക്കൽ കോളേജിലായിരിക്കുന്ന സമയങ്ങളിൽ ഒരുപാട് രോഗികൾക്ക് എൻ്റെ കയ്യിലുള്ള വിശുദ്ധ വസ്തുക്കൾ, കാശ്രൂവും തൈലവും ഉപ്പും അവിടെ എല്ലാ രോഗികൾക്കും കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അവരെ ഓരോരുത്തരെയും കൃപാസനത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ഏറെ പരിശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ വീടിനടുത്ത്